ഹലോ എവ്രി വൺ. ഇന്നത്തെ ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. മോള് ബാംഗ്ലൂർക്ക് പോവുകയാണ്. അപ്പം മോളെ വന്ദേ ഭാരത് ഫ്രം കോയമ്പത്തൂർ ടു ബാംഗ്ലൂർ അതിൽ കയറ്റി വിടാൻ വേണ്ടി പാലക്കാട് നിന്ന് വന്നതാണ്. മഴയാണ്. അപ്പം മോളെ യാത്ര അയക്കുകയാണ് ഞങ്ങൾ. അപ്പം അങ്ങനെതാ വണ്ടി സ്റ്റാർട്ടായി. ഇവിടുന്ന് രാവിലെ 7:25 പുറപ്പെട്ടിരിക്കുന്നത്. ഒരു 1:45 ഒക്കെ ആകുമ്പോൾ അവളുടെ ഡെസ്റ്റിനേഷൻ അവൾ എത്തും. അപ്പോൾ അങ്ങനെ കോയമ്പത്തൂർ വന്നത് കാരണം അമ്പലത്തിലും പോവാമെന്ന് വിചാരിച്ചു. ആദ്യം പോയത് ദണ്ഡുമാരിയമ്മൻ ടെമ്പിളാണ്. അത് റോഡ് സൈഡിലായത് കാരണം എനിക്ക് അതിൻ്റെ ഫോട്ടോ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ ഞാൻ കല്യാണത്തിന് കഴിഞ്ഞപ്പോൾ പോയി പ്രാർത്ഥിച്ചതാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിത് ആനന്ദാസിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടുന്ന് ഞാൻ അണിയൻ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്, ഹസ്ബൻഡ് ഗീ റോസ്റ്റും. അവർ ചട്നിയൊക്കെ ഇതാ ടേബിളിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞങ്ങൾ സെക്കൻഡ് പോകുന്നത് മുരുകൻ്റെ ടെമ്പിളാണ്, സെഞ്ചേരി മലയിൽ. ഈ ടെമ്പിൾ കോയമ്പത്തൂർ തന്നെയാണ്, മറ്റേ തിരുപ്പൂർ ഡിസ്ട്രിക്റ്റിലായിട്ട് വരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഒരു 42 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു 1 അവറിന് മുകളിൽ എടുക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നത് പോത്തന്നൂർ വഴിയാണ്. ഇപ്പോൾ പോത്തന്നൂർ പറയുമ്പോൾ എനിക്ക് ക്ലോസ് ടു ഹാർട്ടാണ്. ഞാൻ വളർന്നതും പഠിച്ചതും എല്ലാം ഇവിടെ നിന്നിട്ടാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, അവിടുത്തെ മറ്റേ എന്താ പറയുക, ഓരോ ടെമ്പിള്, ചേർച്ച്, ഹോസ്പിറ്റല്, ഇതൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അത് കാണുമ്പോൾ അതൊരു സന്തോഷം മനസ്സിന്. അപ്പോൾ അങ്ങനെ പോത്തന്നൂർ പോകുമ്പോൾ മെല്ലെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് പോയി. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഗണപതി കോവിൽ ഞങ്ങളെപ്പോഴും പോയിക്കൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ സെഞ്ചേരി മലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓഫ് എന്താ പറയുക, കോക്കനട്ട് ട്രീസ്. പോകുന്ന വഴി മുഴുവൻ ഈ കോക്കനട്ട് ട്രീസാണ്. എനിക്ക് തോന്നുന്നു ഈ ഏരിയയ്ക്ക് ഡെവലപ്ഡായിട്ട് വരുന്നേ ഉള്ളൂ തോന്നുന്നു. പക്ഷേ രണ്ട് സൈഡിലും കാണാനായിട്ട് ഈ മരങ്ങൾ തന്നെയാണ്. പിന്നെ വിൻമില്ലും ഉണ്ട്. ഈ സെഞ്ചേരി മലയിലെ മുരുകൻ്റെ അമ്പലം ഞാൻ യൂട്യൂബ് വഴിയാണ് അറിഞ്ഞത്. ഞാനിങ്ങനെ ഈ അമ്പലത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടപ്പോൾ എനിക്കും പോകണം എന്ന് ആഗ്രഹം തോന്നി. ഇത് 13th സെഞ്ച്വറിയിൽ പണിത ടെമ്പിളാണെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മുരുകൻ്റെ ടെമ്പിൾ വള്ളി ദേവ്യാനിയായിട്ടൊക്കെ ഉള്ള ടെമ്പിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പോയി ഒന്ന് തൊഴണം എന്ന് ആഗ്രഹം വന്നത്. അപ്പോൾ പോകുന്ന വഴി കണ്ടില്ല എങ്ങനെയാണ് ഫുൾ മറ്റേ തെങ്ങുകൾ, അതും എന്ത് നീറ്റായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് ചില സ്ഥലത്തൊക്കെ വീട് കാണാം. ചിലപ്പോൾ അത് ഓണർ താമസിക്കുന്നതായിരിക്കാം. കാലാവസ്ഥയും നല്ല കാലാവസ്ഥ, മഴയും ഇല്ല വെയിലും ഇല്ല. അപ്പോൾ ഒരു പ്ലസൻറ്റ് കാലാവസ്ഥയുമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും കൂടാതെ പോയി തൊഴാമല്ലോ. കണ്ടില്ലേ വിൻമിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, ഇതുപോലെ കുറേ ഉണ്ട്, രണ്ട് സൈഡിലും ഉണ്ട് വിൻമിൽ. പിന്നെ അതുപോലെ ഈ കോക്കനട്ട് ട്രീസ് കണ്ടില്ലേ എന്ത് നീറ്റായിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അവർ ക്ലീനും ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഗ്രൗണ്ടൊക്കെ നല്ല ക്ലീനുമാണ്. പിന്നെ മേഫ്ലവർ, ഗുൽമോഹർ ട്രീസ് നല്ല റെഡ് കളറിൽ അവിടെ ഇവിടെയും നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജൂൺ ആയെങ്കിലും അതിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇടയ്ക്ക് ചെറിയ ചെറിയ അമ്പലങ്ങൾ, അവിടെ ആൾക്കാരൊക്കെ അവരും എന്തൊക്കെയോ ഇങ്ങനെ പൊങ്കലിട് അങ്ങനെ എന്തൊക്കെയോ അതും കണ്ടു വഴിയിൽ. പിന്നെ ചെറിയ കോക്കനട്ട് ട്രീസും, അതായത് നമുക്ക് പറിക്കാൻ പറ്റുന്ന രീതിയിൽ താഴെ നിന്ന് അതും ഉണ്ട് ഇടയിലേക്ക്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് പോകുന്ന വഴി മുഴുവൻ അതേ കാണാനുള്ളൂ. പിന്നെ വിൻമില്ലും കാണാം എല്ലാ സ്ഥലത്തും. നീറ്റായിട്ട് ഇങ്ങനെ റോ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അത് ക്യാപ്ചർ ചെയ്തത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇപ്പോൾ സെഞ്ചേരി മല അടുക്കാറായി. സ്റ്റെപ്സും ഉണ്ട്, അതുപോലെ റോഡും ഉണ്ട്. ഇപ്പോൾ സ്റ്റെപ്പ് കയറുന്നവർക്ക് സ്റ്റെപ്പ് കയറാം. നമുക്ക് റോട്ടിൽ കൂടെ പോകണമെങ്കിൽ മലയുടെ മുകളിലേക്ക് ഞങ്ങൾ കാറിൽ തന്നെയാണ് പോകുന്നത്. സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വളവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ മലയുടെ മുകളിലേക്ക് പോവുകയാണ്. നല്ലൊരു സന്തോഷമുണ്ട് ഇവിടെ വരുമ്പോൾ, ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത്.
വലിയ വലിയ പാറകളാണ് പോകുന്ന ഡയറക്ഷനിൽ. അവരിവിടെ ഈ റോഡ് നേരാക്കിയതുകൊണ്ട് കൊണ്ടായിരിക്കാം. കണ്ടില്ലേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ടെമ്പിൾ നമ്മൾ മുകളിലെത്തി. കാർ പാർക്ക് ചെയ്തിട്ട് നമ്മളിതപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇതാണ് മറ്റേ മുരുകൻ്റെ ടെമ്പിൾ. ആദ്യം തന്നെ വിഷ്ണു ഭഗവാൻ ഇപ്പോൾ അകത്തേക്ക് കയറുകയാണ്. അവിടെ ഞാൻ മറ്റേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. തൊഴുതൊക്കെ വെളിയിൽ വന്നു. മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. കാണുന്നത് മുഴുവൻ കോക്കനട്ട് ട്രീസാണ്. ഇവിടുന്ന് നമുക്ക് കാണുന്നതെല്ലാം കണ്ടില്ലേ, ചുറ്റും അത് കണ്ണെത്തുന്ന ദൂരം വരെ അതാണ് ഇവിടെ ഫുൾ സറൗണ്ടിങ് ഫുൾ കാണുന്നത്. താഴെ ഈ കോക്കനട്ട് ട്രീസാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല സീനിക് ബ്യൂട്ടി. ഭയങ്കര കാറ്റും, എന്തൊരു കാറ്റാണ്, നല്ല കാറ്റുമുണ്ട്. ഈ മറ്റേ സ്റ്റെപ്പ് ഇറങ്ങാനായിട്ടും അതുവഴിയുണ്ട്. മന്ദിര വടിവേൽ വരുക വരുക എന്നും പറഞ്ഞുകൊണ്ട് മൂടിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കണ്ടില്ലേ, അവിടെ ഗണപതിയുടെ ഒരു വിഗ്രഹവും ഉണ്ട്. അകത്താണ് എല്ലാം ഉള്ളത്, മുരുകനും വള്ളി ദേവ്യാനിയായിട്ട്. ഇതിപ്പോൾ തങ്കരഥം വെച്ചിരിക്കുന്ന മറ്റേ ആ റൂമാണ്. ദിവസവും ഇങ്ങനെ മിക്ക ദിവസവും തങ്കരഥം ഓടുന്ന പറഞ്ഞത്. അവിടെയും ഇരുന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. കാറ്റ് വീശുന്നത് കാണുന്നില്ലേ? അപ്പോൾ നല്ല ശക്തിയുള്ള മുരുകനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എന്താ തിരക്കാ ചോദിച്ചപ്പോൾ ഇന്നിപ്പോൾ ഷഷ്ടിയാണ്. ഞങ്ങൾ ഷഷ്ടി എന്ന് അറിഞ്ഞിട്ടും കൂടിയില്ല. എന്തായാലും നല്ല സന്തോഷം ഈ നല്ലൊരു ദിവസത്തിൽ വന്നിട്ട്, അത് മുരുകൻ്റെ ദിവസം വന്ന് തൊഴാൻ പറ്റുന്നതിൽ അത് വലിയൊരു സന്തോഷം, അതൊരു അനുഗ്രഹം തന്നെ. അവിടെ നിന്ന് ഫോട്ടോ എടുത്തു ഞങ്ങൾ. എല്ലാം പറക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പം മനസ്സിന് നല്ലൊരു സന്തോഷവും തോന്നി. അന്നദാനവും ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കഴിച്ചിട്ട് പോകാമെന്ന്. പക്ഷെ അത് ലേറ്റാകും, നമ്മൾ പിന്നെ തിരിച്ച് വരേണ്ടതുമല്ലേ. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്തില്ല. അന്നദാനത്തിൻ്റെ ഏരിയ ആണത്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫുൾ വരുമായിരിക്കും ആൾക്കാർ. ഇന്ന് മുരുകന് പ്രധാനപ്പെട്ട ദിവസമല്ലേ. ഷഷ്ടി വ്രതം നോക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് തൊഴുതിപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൽ കൂടെ ആൾക്കാർ നടന്നും പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് കയറണ്ട, ഇതിൽ കൂടെ അങ്ങോട്ട് നടന്നു പോയാലും മതി. അപ്പുറത്തെ സൈഡിലാണ് സ്റ്റെപ്പ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നല്ല ഒരു സാറ്റിസ്ഫൈഡ് ഡേ ആയിരുന്നു. നന്നായിട്ട് തൊഴാനും പറ്റി. വിചാരിച്ചിരിക്കാത്ത ഒരു നല്ല ദിവസത്തിൽ തന്നെ മുരുകനെ പോയിട്ട് കാണാൻ പറ്റിയതിൽ അതും ഒരു സന്തോഷം. ഇപ്പോൾ തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ഒരു കാപ്പിയും ജ്യൂസുമൊക്കെ മേടിച്ച് അതും കുടിച്ച ശേഷമാണ് പിന്നെയും യാത്ര അങ്ങോട്ട് തുടങ്ങിയത്. ഇതിപ്പോൾ കോയമ്പത്തൂർ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പാലക്കാടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉച്ചയോടുകൂടി ഞങ്ങളൊരു മണിയൊക്കെ ആയി. മെല്ലെ മഴയും ഇങ്ങനെ ഡ്രസ്സിൽ ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ മഴയല്ല, ജസ്റ്റ് ഡ്രസ്സിൽ. അങ്ങനെ നമ്മുടെ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് നമ്മുടെ കേരളം എത്തി. അപ്പോൾ വെൽക്കം ടു കേരള എന്നുള്ള ബോർഡും ഉണ്ട് അവിടെ. അപ്പോൾ ഇന്ന് നല്ലൊരു സന്തോഷ ദിവസം എനിക്ക്. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. വിചാരിച്ചിരിക്കാതെ മറ്റേ ദണ്ഡുമാരിയമ്മനെയും തൊഴാൻ പറ്റി, അലങ്കാരത്തോടുകൂടി കാണാൻ പറ്റി. പിന്നെ ഷഷ്ടി ദിവസമായിട്ട് മുരുകൻ്റെ അമ്പലത്തിലും പോയി മുരുകനെ തൊഴാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ പോയ ടെമ്പിൾസ് നിങ്ങളുടെ കൂടെ കാണിച്ചു തന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.